എങ്ങനെ ഉണ്ടായിരുന്നു? പടം അത്യുഗ്രനായിരുന്നു. എനിക്ക് തോന്നുന്നു 2024 വളരെ നല്ലൊരു നോട്ടിലാണ് തുടങ്ങിയത്. നമ്മൾ സത്യം പറഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മളെല്ലാവരും പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. വളരെ എന്താ പറയുക, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ആക്ടിങ്ങാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് ഐ കാൺ വെയിറ്റ്, 5-ാം തീയതി വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരും ഇത് കാണണം. കാര്യം പലപ്പോഴുമായിട്ട് പലതും നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന പല സത്യങ്ങളും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വളരെ അനായാസമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതൊരു എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത്രയും എഫേർട്ട് എടുത്താൽ ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ 2024 തുടക്കം തന്നെ ഒരു ഫേവറേറ്റ് ഫിലിം കണ്ടുകൊണ്ടുള്ളതിൻ്റെ സന്തോഷത്തിലാണ്. ആട്ടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇന്നത്തെ സിനിമകൾ നമ്മൾ വിജയിപ്പിച്ചേ പറ്റും. മലയാളം സിനിമ ഏറ്റവും കൂടുതൽ എല്ലാവരും അറിയുന്നത് നല്ല സിനിമകളുടെ ഒരു ലോകമായിട്ടാണ്. അപ്പം അത് എന്തായാലും ആട്ടം കണ്ട് വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്തായാലും കാണാം. താങ്ക് യു. ഞങ്ങളെല്ലാം ഈ സിനിമ കണ്ടിട്ട് വളരെ നിരാശരാണ്. ഞങ്ങളെല്ലാം ഈ സിനിമ കണ്ട് വളരെയധികം എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ഭയങ്കര സങ്കടം. അത്രയും നല്ല സിനിമ, നന്നായി നല്ല സിനിമ. ത്രില്ലറാണോ സിനിമ? ത്രില്ലറല്ല, നല്ല നന്നായി മേക്ക് ചെയ്തിട്ടുള്ള സിനിമ. എല്ലാവർക്കും ഫാമിലിയിൽ എല്ലാവരും കാണാൻ പറ്റുന്ന സിനിമ. എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല രീതിയിൽ വിനയ് ഫോർട്ടും എല്ലാം നന്നായി സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് വളരെ നിരാശയാണ്. നല്ല സിനിമയാണ്. ഞാനിങ്ങനെ ഇവിടെ ആകസ്മികമായിട്ട് വന്നിട്ടതാണ്. സിനിമ എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഇത് എല്ലാവർക്കും പേഴ്സണലി നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായിട്ട് നമ്മളെല്ലാവരും എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ എന്ന് നമ്മൾ തന്നെ നോക്കിച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന സെക്കൻഡ് ഹാഫ് വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഓരോ നിമിഷവും അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളും വേറൊരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ആയിരുന്നില്ല, ഓരോ മനുഷ്യരാലും എന്തെങ്കിലും ഒരു ചിന്തിപ്പിക്കുന്ന എന്നാൽ അതുപോലെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നമ്മളെ തന്നെ നമ്മൾ കളിയാക്കാൻ തോന്നില്ല. അങ്ങനെ അത് നന്നായില്ല. എല്ലാ ആക്ടേഴ്സിനെ നല്ല പടം സിനിമ ഒരു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ആണല്ലോ. ആക്ടേഴ്സ് എല്ലാവരും നന്നായിരുന്നു. സിനിമയിൽ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഒരാളിങ്ങനെ അഭിനയിച്ചു അങ്ങനെയല്ല പറയാൻ പോകുന്നത്. ആ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ബാക്കിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു പോകുന്നത് റിലീസാണ്. എല്ലാവരും പോയി കാണുന്നത്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റാണ്. ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നല്ല പടമാണ്. എല്ലാവരും പോയി കാണുന്നത്. അതിനകത്ത് ഓരോ ആക്ടേഴ്സ് ഭയങ്കര ചെയ്തു. സ്ക്രീൻ പ്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര രസമുള്ള സിനിമ. അത് നമ്മൾ സാധാരണ സിനിമകൾ നമ്മൾ കണ്ടു ശീലിച്ച സിനിമയുടെ പോലുള്ളൊരു സിനിമയാണ്. പക്ഷെ ഭയങ്കര രസമായിട്ട് അതിൽ സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ട് ഓവറോൾ അവരുടെ ഒരു ടീമിൻ്റെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള എഫേർട്ടാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ. മനോഹരമായിട്ടുള്ള ചിത്രം. ആട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം എനിക്ക് തോന്നുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനൊരു വിഷയം, ഇങ്ങനൊരു സംഭവം നടന്നാൽ ആളുകൾ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവർക്കും അത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും പ്രത്യേകം കൺഗ്രാജുലേഷൻസ് പറയുന്നു. ആൻഡ് ഡയറക്ടർ സാറിനും ഷാജോൺ ചേട്ടൻ, വിനയ് ചേട്ടൻ, എല്ലാവർക്കും പ്രത്യേകം കൺഗ്രാസ് പറയുന്നു. ആൻഡ് 5-ാം തീയതി പടം റിലീസാണ്. നിങ്ങളെല്ലാവരും പോയി കാണുക. 100% നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ കയ്യടി കേട്ടു. അത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് കേട്ടുകൊണ്ടേയിരിക്കും തോന്നുന്നു എവിടെ ഈ ചിത്രം പ്രദർശിപ്പിച്ചാൽ. താങ്ക് യു സോ മച്ച്. അടിപൊളി. എല്ലാവരും വിനയ് ഫോർട്ട് ആയാലും
ഷാജോ ചേട്ടനായാലും അതുപോലെ നായികയായിട്ട് പുള്ളിയുടെ പേര് എനിക്കറിയില്ല, മറ്റ് ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാവരുടെയും പേര് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കാണുമ്പം അവരുടെ എല്ലാ കഥാപാത്രവും നമുക്ക് മനസ്സിലിങ്ങനെ എപ്പോഴും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഒരു ഫാമിലിക്കൊപ്പം എല്ലാ ആളുകൾക്കും, എല്ലാ ഓഡിയൻസിനും. കാരണം നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം അതിനെ എടുക്കുക എന്നുള്ളതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാ ആളുകൾക്കും ഫാമിലിയിൽ നിന്നല്ല എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് വന്ന് ഇവിടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ് ദി എൻ്റയർ ടീം ഓഫ് ആർട്ട് ആൻഡ് മൂവി ട്രാവൽസ് ഫാദർ ആൻഡ് ഫാദർ. എന്തായാലും ഇത് കാണുന്ന എല്ലാവരും കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി. എല്ലാവരും ഭയങ്കര എൻ്റർടൈൻഡ് ആവുന്ന സിനിമയാണ്. ഞാൻ ഒരു ഭയങ്കര സ്ലോ പേസ്ഡ് ചെറിയ അവാർഡുകളായിരിക്കും കേട്ടിട്ടാവുന്നത്. പക്ഷെ ഭയങ്കര കമേഴ്ഷ്യൽ സിനിമയാണ്. ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്ത് എൻഗേജ് ചെയ്തിട്ട് എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. വിനയ് ചേട്ടൻ, അതുപോലെ നന്ദൻ ഹീറോയിനായിട്ട് അഭിനയിച്ച, പിന്നെ അല്ലാതെ പേരറിയാത്ത ഒരുപാട് നല്ല പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ടീച്ചറിനായിരുന്നു. പിന്നെ ആനന്ദ് ഏകർഷി ഡയറക്ടർ അങ്ങനെ ചെറിയ പ്ലോട്ട് വെച്ചിട്ട് നമ്മൾ 2-2.5 മണിക്കൂർ സമയം പോയത് അറിഞ്ഞില്ല. ഭയങ്കര എൻ്റർടൈൻഡ് ആയിട്ടൊരു ക്ലൈമാക്സൊക്കെ ആയപ്പോൾ കൈയടിക്കാൻ തോന്നി. നന്നായിട്ട് കൈയടിച്ചു. ആക്ച്വലി കുറേ കാലത്തിന് ശേഷമാണ് കുറേ നല്ലൊരു സിനിമ കണ്ടത്. അപ്പോൾ എന്തായാലും 2024 ആദ്യത്തെ ഹിറ്റായിരിക്കും. 2024 മലയാള സിനിമയ്ക്ക് മികച്ച ഒരു തുടക്കം ഘട്ടത്തിലൂടെ. താങ്ക് യു. ഗംഭീര സിനിമയാണ്, എല്ലാവരും കാണേണ്ട സിനിമയാണ്. എനിക്കറിയാവുന്ന കുറേ ആൾക്കാരെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഫെമിനിസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമ്മളതിനെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടമായി, എല്ലാവരും കാണും. ഇപ്പോൾ കൊമേഴ്ഷ്യൽ തിയേറ്റർ റിലീസിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയും പേടിയും ആശങ്കയും എല്ലാം ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ പ്രീമിയറിന്. പക്ഷേ ഈ റെസ്പോൺസ് ശരിക്കും പ്രതീക്ഷിച്ച് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിലാണ് ആൾക്കാരുടെ റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെ. അതൊക്കെ കാണുന്നതിൽ വളരെയധികം സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് വെരി ഹാപ്പി. ഇത് എത്രാമത്തെ സിനിമയായിരുന്നു? 3ാമത്തെ പടമാണ്. ആദ്യം ചെയ്തത് തൃശങ്കു എന്ന പടമായിരുന്നു. അപ്പോൾ മാർച്ചിൽ റിലീസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ, പിന്നെ KSFTs പ്രൊഡ്യൂസ് ചെയ്ത B32 മുതൽ 44 വരെ ശ്രുതി ശരണ്യ 3ാമത്തെ പടമാണ്. ഇങ്ങനെ സോഷ്യൽ റെലവൻ്റുള്ള സിനിമ തിരഞ്ഞെടുക്കുന്ന ആഗ്രഹിക്കുന്നവർ 2 പടവും കൂടെ അത് ഞാൻ ഇന്റൻഷനലി നോക്കിയതല്ല. ആ സമയത്ത് ആ പടങ്ങൾ എൻ്റെ വഴി വന്നു, ഞാനത് ചെയ്തു. അതൊരു ബൈ പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള എക്സാക്ട്ലി നല്ല ഇമ്പാക്റ്റുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. ആൾക്കാർക്ക് ലൈക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഈ സിനിമ ആവുന്നത് ഈ ഓഡിയൻസ് ഓൺലൈൻ ഇതൊക്കെ ചർച്ച ചെയ്യും ആൾക്കാർ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെയാണ്. അപ്പോൾ അതുപോലത്തെ സിനിമകളിൽ പങ്കാവാൻ ഭയങ്കര അവസരം തന്നെയല്ലേ. അതുപോലത്തെ അവസരം ഇനിയും എനിക്ക് മാത്രമല്ല ബാക്കിയുള്ള നമ്മുടെ ആക്ടേഴ്സിനും അങ്ങനെ പോരട്ടെ. 9 പേരുടെ ഡെബ്യൂ ആണ്. കുറേ കാര്യങ്ങളുണ്ട് ആളുകൾ എന്നെ ആകർഷിച്ചത്, എക്സൈറ്റ് ചെയ്തു. എല്ലാം ഇപ്പോൾ വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ സന്തോഷം, സംതൃപ്തി എല്ലാം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു വിജയം അടുത്തതിൽ എന്ത് തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കും? ഇത് നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ തന്നെയാണ് എല്ലാത്തിലും. നമുക്ക് തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്. കാരണം ഇത് ഒരു നല്ല ത്രില്ലർ, സസ്പെൻസ്, അങ്ങനത്തെ എല്ലാ എലിമെൻസും ഉള്ള ഒരു നല്ല സിനിമയാണ്. എല്ലാതരം ഓഡിയൻസും എല്ലാ ഏജ് ഗ്രൂപ്പിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ എല്ലാ ഓഡിയൻസിനും ഒരു ടേക്ക് അവേ എന്തായാലും കാണും. അപ്പോൾ എല്ലാവരും ഇത് കാണട്ടെ, അപ്രിഷ്യേറ്റ് ചെയ്യട്ടെ, നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കട്ടെ. IFFKയിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ഈ ഒരു റെസ്പോൺസുകൾ വന്നപ്പോൾ എങ്ങനെയാണ്? ശരിക്കും ഓവർവെൽമിംഗ് ആയിരുന്നു. നമ്മളിതിന് മുന്നേ പോയ വേദികളിലെല്ലാം നോൺ മലയാളി ഓഡിയൻസ് ആയിരുന്നു. ആൻഡ് ഇത്രയും ഡയലോഗ് ഇൻറ്റൻസ് പെട്ടെന്ന് ഡയലോഗ് പോകുന്ന പടങ്ങൾ. പക്ഷെ അവർ സബ്ടൈറ്റിൽ വഴിയെല്ലാം ഫോളോ ചെയ്തു. പിന്നെ ആദ്യത്തെ കേരളത്തിലെ ഷോ ആയിരുന്നു IFFKയിൽ നടന്നത്. ആൻഡ് അത് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഷോ പോലെയായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു IFFKയിൽ. എല്ലാവരും കണ്ടവരെല്ലാം നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട്. അവരെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്.
ഇനിയും വരുന്ന കഥാപാത്രങ്ങൾ ഇതുപോലെ തന്നെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എൻ്റെ പ്രതീക്ഷ അത് തന്നെയാണ്. എല്ലാവർക്കും നല്ല അവസരങ്ങൾ എനിക്ക് പോരട്ടെ. താങ്ക് യു സോ മച്ച്.